ഹായ്, ഞാൻ ഐഷ ഷാംസ്. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടിയാണ്. പക്ഷേ ഈ മെഴുക്ക് വരട്ടിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കടുക് ഇട്ടു. നമ്മൾ മെഴുക്ക് വരട്ടി വയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിക്കണം കേട്ടോ, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്യണം. വെളുത്തുള്ളി ആഡ് ചെയ്ത് പച്ചമുളകിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ചിക്കൻ പയറൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഒരു മോരുകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും അല്ലേ. അപ്പം നമ്മൾ നന്നായിട്ട് വെക്കാൻ നോക്കാം. എന്നിട്ട് അതിനകത്തേക്ക് സവോളയിട്ട് കരിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കൂടുതൽ ചുമന്ന് വരരുത്, ഒരു മീഡിയമായിട്ട് ഇങ്ങനെ ചുമന്ന് വരണം കേട്ടോ. സവോള കരിയാൻ പാടില്ല കേട്ടോ. അതിന് ശേഷം അതിനകത്തേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വലിയ ജീരകം ചെറുതാക്കി ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി ഇടുക. പിന്നീട് കുറച്ച് മുളക്, നമ്മൾ ചുമന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുറിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പയർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉപ്പ് ഇടുന്നത്. ഉപ്പ് തന്നെ ഇടില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അതിന്. എന്നിട്ട് ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കണം. എന്നുവെച്ചാൽ ഒന്ന് നിങ്ങളെപ്പോഴും നോക്കേണ്ടി, അത് ഉണ്ടാക്കി നോക്കണം അങ്ങനെ കേട്ടോ. അതിന് ശേഷം നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ചുടുവെള്ളമാണ് ഞാൻ കുറച്ച് ഒഴിച്ചത്. അതിന് ശേഷം അച്ചിങ്ങാപ്പയർ നമ്മൾ നന്നാക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമ്മൾ നോക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ.